കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സംഭവിച്ച തെറ്റിനെ പറ്റി ഭാസ്കരേട്ടനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഭയമെല്ലാം മാറ്റി വീണ്ടും ജോലിക്ക് പ്രവേശിക്കാനായി ഭാസ്കരേട്ടനെ പ്രിപ്പയർഡ് ആക്കണം. ഇപ്പൊ തന്നെ ഭാസ്കരേട്ടനോട് സംസാരിക്കാം. ഭാസ്കരേട്ടാ, എന്താ മോളെ? ഇന്നലെ സംഭവിച്ച കാര്യത്തില് എന്നോട് ദേഷ്യമുണ്ടോ ഭാസ്കരേട്ടന്? അങ്ങനെയൊന്നുമില്ല മോളെ. ഇവിടെന്തിനാണ് ഈ ഭാസ്കരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ഏട്ടനോട് സംസാരിച്ച് കൺവിൻസ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം പെട്ടെന്ന് ഏട്ടത്തെ അറിയിക്കണം. ഇന്നലെ സംഭവിച്ചത് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയല്ലേ? ഏട്ടൻ ഭാസ്കരേട്ടനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഏട്ടന്റെ ആ തെറ്റിന് ഞാൻ ഭാസ്കരേട്ടനോട് മാപ്പ് ചോദിക്കുകയാണ്. ഇങ്ങനൊരു തെറ്റ് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഭാസ്കരേട്ട. ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ മൗനമായിട്ട് നിന്ന പരിഹാരം കാണും. എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ സംസാരിച്ചാലേ പരിഹാരം കാണാൻ പറ്റും. എനിക്ക് ഭാസ്കരേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ വാസു എന്താ ചെയ്യുന്നറിയോ? ഇപ്പൊ അതിനെന്താ ഉണ്ടായേ? നമ്മുടെ ഭാസ്കരെ അപമാനപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലേ അവൾക്ക്? ഏട്ടത്തി ഒന്ന് വന്ന് ആ വസുവിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയേ. പെട്ടെന്ന് വാ അമ്മേ. ആക്ച്വലി ഇന്നലെ എന്താ സംഭവിച്ചത് ഭാസ്കരേട്ടാ? സംഭവിച്ചതിനെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വിട്ടേക്ക്. നടന്ന സംഭവത്തെ കുറിച്ച് സംസാരിക്കാനായി ഭാസ്കരേട്ടന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അത് പോട്ടെ ഭാസ്കരേട്ടാ. പെട്ടെന്ന് തന്നെ ഒരു വെഡിങ് ഇവന്റ് ചെയ്യണമെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമുള്ള ഡിസൈനും ചെയ്തു തന്നായിരുന്നു. പക്ഷേ അതില് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് ഭാസ്കരേട്ടനോട് ചോദിക്കാനാ ഞാൻ വന്നേ. തന്ന ഡിസൈനിൽ കല്യാണ മണ്ഡപത്തെ ലില്ലി ഫ്ലവർ കൊണ്ട് ഡിസൈൻ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ലില്ലി പൂക്കൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ റോസാപ്പൂക്കൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമോ? കല്യാണ പെണ്ണിനെ പല്ലക്കിൽ കൂട്ടിക്കൊണ്ടുവരണമെന്നും അതേപോലെ കല്യാണ ചെക്കനെ കുതിരയിൽ കൂട്ടിക്കൊണ്ടുവരണമെന്നും പറയുന്നു. അതിന് പകരം കല്യാണ ചെക്കനെയും കല്യാണ പെണ്ണിനെയും ബുള്ളറ്റിൽ കൂട്ടിക്കൊണ്ടുവരാമോ? മുത്തു കൊണ്ടുള്ള ഒരു തട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെർമോക്കോൾ ഉപയോഗിച്ച് കുറച്ച് ബോൾസ് ഉണ്ടാക്കി ആ തട്ടിൽ അത് നിറയ്ക്കാലോ. മെനുവില് മിനിമം 16 ഐറ്റംസ് ഉണ്ടായിരിക്കണമെന്നാ പറയുന്നേ. അത്ര ഐറ്റംസ് ആര് കഴിക്കാനാ? ഒരു 5-6 ഐറ്റംസ് മതിയാവില്ലേ ഭാസ്കരേട്ടാ? ഇതെല്ലാം
ഞാൻ ഇവന്റിൽ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് പറ്റിയ തെറ്റല്ലേ? എല്ലാം അദ്ദേഹം തന്ന ഡിസൈൻ അനുസരിച്ച് ചെയ്യണമെന്നുണ്ടോ ഭാസ്കരേട്ടാ? നമുക്കും കുറച്ച് ഫ്രീഡം ഒക്കെ എടുക്കാമല്ലോ. തെറ്റാണെങ്കിൽ പറയണേ, അദ്ദേഹം തന്ന ഡിസൈൻ തന്നെ ഞാൻ ഫോളോ ചെയ്തോളാം. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തന്നെ പറഞ്ഞു തരുവാണോ മോളെ? അദ്ദേഹം പറയുന്നത് ഇവന്റ് അവരുടേതായതുകൊണ്ട് എല്ലാം അവരുടെ ഇഷ്ടപ്രകാരം നടക്കണം, നമ്മൾ അവര് ചോദിച്ച കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നാ. എല്ലാ തവണയും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഭാസ്കരേട്ടാ. എല്ലാ തവണയും അതുപോലെ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ചെയ്ത ഇവന്റ്സിനൊക്കെ അത്രയും പേര് കിട്ടിയെന്നാ ഏട്ടൻ പറയുന്നേ. അത് ശരിക്കും സത്യമാണോ? ശരിയാണ് വസു, ആ പേര് ഞാനാ ഇപ്പൊ ഇല്ലാതാക്കിയത്. ടീമിനെ വിശ്വസിക്കണ്ട, അവരുടെ മേലെ ഒരു ശ്രദ്ധ വേണമെന്ന് ഏട്ടൻ പറയുന്നേ. ഇന്നലെ ഭാസ്കരേട്ടനോട് ഇത് പറഞ്ഞില്ലേ? നമുക്ക് താഴെ ജോലി ചെയ്യുന്നവരെ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഭാസ്കരേട്ടാ? ടീമിനെ വിശ്വസിക്കരുതെന്നല്ല അഭി പറഞ്ഞത്, നമ്മളെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസ്യതയെ തകർക്കരുതെന്ന് അഭി ഉദ്ദേശിച്ചത്. എന്താന്നറിയില്ല, എനിക്കെല്ലാം കൂടി ഭ്രാന്തെടുക്കുക. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി മോളെ. ഭാസ്കരേട്ടനാണെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു? എങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് നീ പറഞ്ഞു. അല്ലെങ്കിൽ ഞാനിതെങ്ങനെ ചെയ്യാൻ പോകുന്നെന്ന് ഒന്ന് പറയട്ടെ. നീ ആരോട് എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അത് അമ്മേ, ഭാസ്കറിനെ ഉപദേശിക്കാൻ മാത്രം അത്ര വലിയ ആളാണോ നീ? ഇതൊക്കെ അവനോട് പറയാൻ മാത്രം എന്തർഹതയാ നിനക്കുള്ളത്? അവള് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലമ്മേ. നീ ഒരു പാവമായതുകൊണ്ട് നല്ലതും ചീത്തയുമൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അതൊരു നല്ല അവസരമായി എടുത്തിട്ട് ഈ വസു പല തരത്തിലും മുതലെടുത്തോണ്ടിരിക്കുക. അതല്ലമ്മേ, ഞാൻ മിണ്ടി പോകരുത്. ഞാൻ ആദ്യമേ തന്നെ നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യം തരാൻ പാടില്ലായിരുന്നു. നിന്നെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണമായിരുന്നു. എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട എന്നൊക്കെയുള്ള തിരിച്ചറിവ് അല്പം പോലും ഇല്ലേ നിനക്ക്? എപ്പോ എങ്ങനെ പെരുമാറണം, ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? നിന്റെ ചേച്ചിയും അനിയത്തിയും എങ്ങനെയാ പെരുമാറുന്നേ? നീ എങ്ങനെയാ പെരുമാറുന്നേ? ഭാവന നിനക്ക് മുമ്പേ ഇവിടെ വന്നവളാ. നിന്നേക്കാൾ കൂടുതൽ അറിവ് അവൾക്കുണ്ട്. കാർത്തികയ്ക്ക് നിന്നേക്കാളും ഒരുപാട് പണവും പഠിപ്പും അന്തസ്സും ഉണ്ട്. താനാണ് വലുത് എന്ന ഭാവം ഭാവന നിന്നോട് കാണിക്കാറുണ്ടോ? പണമുണ്ടെന്ന അഹങ്കാരം കാർത്തിക എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അവർക്കൊന്നുമില്ലാത്ത എന്താ നിനക്കുള്ളത്? വസുവയൊന്നും പറയരുതമ്മേ. അവൾ എന്നോടൊന്നും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. നിന്റെ കാര്യത്തിൽ ഇടപെട്ടത് അവള് ചെയ്ത തെറ്റ്.
അത് മാത്രമല്ല, നീ ആലോചിക്കേണ്ടത് വസുവിനെ പറ്റിയല്ല, ഭാവനയെക്കുറിച്ചാ. ഇന്നലെ മുതൽ അവൾ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കിയോ? ഇന്നലെ ഉണ്ടായ അപമാനം നിനക്കല്ല, അവൾക്കാ. താലി കെട്ടിയ പുരുഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുമ്പോ ഒരക്ഷരം മിണ്ടാതെ ആ വേദന സഹിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഒരു സ്ത്രീയായ എനിക്ക് മനസ്സിലാവും. അതുപോലൊരു പെണ്ണായ നീ ഭാവനയുടെ വേദന മനസ്സിലാക്കിയില്ല. അവള് നിന്നെ കൂടെ പിറന്ന സഹോദരിയെ പോലെ സ്നേഹിച്ചു. നീ ചെയ്ത തെറ്റെല്ലാം തിരുത്തി കൂടെ തന്നെ നിന്നു. അതിന് നന്ദിയും സ്നേഹവും കാണിക്കേണ്ടതിന് പകരം അവളുടെ അഭിമാനത്തെ നീ ചോദ്യം ചെയ്തു. ഇതാണോ നീ അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലം? ഇല്ലമ്മേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ചേച്ചി, ഞാൻ എന്താ ഇന്നലെ അങ്ങനെ പറഞ്ഞു വെച്ചാ? നീ ഒന്നും തന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല വസു. ഞങ്ങളെ സ്വഭാവം പഠിപ്പിച്ചതിന് നന്ദിയുണ്ട്. ദൈവം ഇതെന്നെ തെറ്റിദ്ധരിക്കില്ലേ ചേച്ചി? ഒരു തവണ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എത്ര പ്രാവശ്യം പറഞ്ഞാലും പറഞ്ഞത് മാറില്ല വസു. കേട്ടല്ലോ ഭാവന പറഞ്ഞത്. എന്തുമാത്രം വേദനിച്ചിട്ടായിരിക്കും അവൾ ഇങ്ങനെ സംസാരിച്ചത്. ഇനി മേലാൽ ഇതൊന്നും ആവർത്തിക്കരുത്. നീ കാരണം എല്ലാവരും വേദനിച്ചിരിക്കാ ഇപ്പോ. അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞാൻ ഇതൊന്നും നിന്നോടല്ല, അബിയോടാ പറയേണ്ടത്. അവൻ വരുമ്പോ എന്നെ വിളിക്ക്. വസുവേട്ടത്തിക്ക് വയറ് നിറയെ വഴക്ക് വാങ്ങി കൊടുത്തല്ലോ. നിങ്ങൾ സൂപ്പറാ. ഇതൊക്കെ എന്തടി? ഇതുപോലെ അവളെ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തി അഭിയോ അവളെ വെറുക്കുന്നത് പോലെ ആക്കണം. എന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം. അപ്പോഴേ സുമംഗലിക്ക് ഒരു ആത്മസുഖം ഉണ്ടാവും. വസു ഇങ്ങനെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കള്ളവും ചതിയും അറിയാത്ത നിഷ്കളങ്കമായ പെണ്ണെന്ന് ഞാൻ വിചാരിച്ചത്. അവൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്നും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. എടുത്ത് ചാടരുത് ഭാവനെ. കാര്യമറിയാതെ ഒന്നും പറയരുത്. നീ സമാധാനത്തിൽ ആലോചിക്കേ. ഇതിൽ കൂടുതൽ എന്ത് ആലോചിക്കണമെന്ന് ഏട്ടൻ പറയുന്നത്? അവൾ തെറ്റ് ചെയ്തെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അവളെ ഞാൻ എന്തുമാത്രം സഹായിച്ചിട്ടുള്ളതാ. എത്ര തവണയാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതെല്ലാം മറന്നിട്ട് ഇപ്പോ ഓർക്കുമ്പോ തന്നെ വല്ലാതെ തോന്നുവാ. ഇല്ല ഭാവനെ, ഇക്കാര്യത്തിൽ വസുവിനെ തെറ്റിദ്ധരിക്കാൻ എന്നെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ നല്ല സ്വഭാവം കൊണ്ടാ, നമ്മുടെ ഈ സ്വഭാവം കൊണ്ടാ ഏട്ടനെ എന്നെ എല്ലാവർക്കും പെട്ടെന്ന് വിഷമിപ്പിക്കാൻ പറ്റുന്നേ. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിരുന്നിട്ടാ ഏട്ടന്റെ മുന്നിൽ നിന്ന് ശരിയും തെറ്റും പറഞ്ഞു പഠിപ്പിച്ചത്. ഏട്ടനെ കട്ടി കൂടുതൽ കാര്യങ്ങൾ അവൾക്ക് അറിയോ? കാര്യങ്ങൾ ആർക്ക് കൂടുതൽ അറിയാവുന്നുള്ളതല്ല ഭാവനെ. എന്നാൽ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം.
പക്ഷെ ആ തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവാതെ. അതുകൊണ്ടാ അഭി അത്രത്തോളം ദേഷ്യപ്പെട്ടത്. തെറ്റ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല ഏട്ടാ. എന്ന് വെച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഒറ്റയ്ക്ക് വിളിച്ച് പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ പോരായിരുന്നോ? ഏട്ടന്റെ തെറ്റ് സൂചിപ്പിച്ച് അത് തിരുത്താൻ പറഞ്ഞ പോരായിരുന്നോ? അഭിയെ നന്നായി മനസ്സിലാക്കിയ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയല്ല ഭാവനെ. അഭി നിനക്ക് അനിയ മാത്രമല്ല, മകനെ പോലെയാ. പക്ഷെ അഭിയെ ആ വസു ഇങ്ങനെ മാറ്റിയെടുത്തതാ. എല്ലാവരുടെ മുന്നിലും വെച്ച് അഭിയെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ചില്ലേ അവള്? ഇളയമ്മ പറയുന്നത് നീ എന്തിനാ വിശ്വസിക്കുന്നേ? അമ്മ പറഞ്ഞതുകൊണ്ടല്ല ഏട്ടാ. സാഹചര്യങ്ങൾ നോക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഏട്ടന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. ഇനി ആ തെറ്റ് ആവർത്തിക്കരുതെന്ന് അഭി പറയുന്നതിന് പകരം ഈവന്റ് ചെയ്യേണ്ടെന്നാണോ പറയേണ്ടത്? ആ ഈവന്റിലെ ജോലികള് ഇനി ഞാൻ ഏറ്റെടുക്കാന്ന് വസു വന്ന് പറയുന്നു. അതിന് അഭിയെ സമ്മതം മൂളുന്നു. ഇതെല്ലാം കാണുമ്പോ തന്നെ എന്തോ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് പോലെ ഏട്ടനും തോന്നുന്നില്ലേ? അഭി അത്തരത്തിലുള്ള ഒരാളല്ല ഭാവനെ. വസുവിനെ അങ്ങനെ സംശയിക്കുന്നത് ശരിയല്ല. വസുവിനെ ഞാൻ എന്റെ സ്വന്തം അനിയത്തെ പോലെ കണ്ട സ്നേഹിച്ചത്. വസുവിന് വേണ്ടി അമ്മയുടെ വഴക്ക് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. വസു ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഏട്ടാ. എന്നാ സംഭവിച്ചതല്ല എന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ വയ്യ. നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് ഭാവനെ. എനിക്ക് അഭി എങ്ങനെയാണോ അങ്ങനെയാ നിനക്ക് വസു. ഞാൻ എടുത്തു ചാടിയിരുന്നെങ്കിൽ ഇപ്പൊ സിറ്റുവേഷൻ വേറെ ആയി തീർന്നേനെ. ഞാനൊന്നും എടുത്താടി സംസാരിക്കുന്നില്ല ഏട്ടാ. ആലോചിച്ച് തന്നെ പറയുന്നത്. നീ സമാധാനത്തോടെ ആലോചിക്ക് ഭാവനെ. നീ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കേ. നിനക്ക് എന്നെക്കാലം അറിവുള്ളതല്ലേ, എന്നെക്കാലം കൂടുതൽ ചിന്തിക്കുന്നതുമാണ്. ഏതാ ശരി ഏതാ തെറ്റെന്ന് നീ തന്നെയല്ലേ എപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്നേ. എല്ലാവരും നല്ലതായിരിക്കണം നീ പറയില്ലേ? അറിഞ്ഞോ അറിയാതെയോ കാർത്തിക ചെയ്ത ചെറിയ തെറ്റുകൾ പോലും നീ ക്ഷമിച്ചില്ലേ? അങ്ങനെയുള്ള നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിനക്ക് എത്രത്തോളം വിഷമം വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിന്നെ എന്റെ ഭാര്യയെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്നാ ഭാവനെ, ചില സമയത്ത് നമ്മുടെ കണ്ണും കാതും ഒക്കെ നമ്മളെ തന്നെ ചിലപ്പോൾ പറ്റിക്കും. നമ്മുടെ മനസാക്ഷി പോലും നമ്മളെ ചിലപ്പോൾ തെറ്റായി ചിന്തിപ്പിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ വല്ലാതങ്ങ് സ്വാധീനിക്കും. ആ സമയത്ത് നമ്മൾ സംയമനം പാലിക്കണം. ഇതൊക്കെ നീ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ നീ തന്നെ ഇപ്പോ എന്താ ഏട്ടാ ചെയ്യേണ്ടത്? ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെപ്പ എങ്ങനെ മാറുന്നൊന്നും മനസ്സിലാവുന്നതേ ഇല്ല. വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. സ്വന്തക്കാരെ അപമാനിക്കുന്നത് ഒരു വേദനയാണെങ്കിൽ സ്വന്തക്കാരെ സംശയിക്കേണ്ടി വരുന്നത് അതിലും വലിയ വേദനയാ. സോറി ഭാവനെ, ഞാൻ കാരണമല്ലേ നീ ഇപ്പൊ ഇത്രയും വിഷമിക്കുന്നേ. ഞാൻ തെറ്റ് ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ. ചേച്ചേ, എനിക്ക് ഒരിക്കലും ഏട്ടന് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എന്റെ മനസ്സിൽ എന്റെ ഏട്ടനൊരു വലിയ സ്ഥാനമുണ്ട്. ഏട്ടന്റെ നിഷ്കളങ്കത, നല്ല സ്വഭാവം എനിക്ക് എപ്പോഴും ഒരുപാട് ഇഷ്ടമാ. എന്ത് ചെയ്യാനാ?